ഇപ്പം സന്ദീപിൻ്റെ നേരെ വധഭീഷണി ഉണ്ടായി, ഒരാൾ സന്ദീപിൻ്റെ വീടിൻ്റെ കോമ്പൗണ്ടിൽ വരികയും ചെയ്തു. ആ സമയത്തൊക്കെ സന്ദീപിനെ പ്രൊട്ടക്ട് ചെയ്ത് അയ്യോ പാർട്ടി ഒന്നും പ്രൊട്ടക്ട് ചെയ്തില്ല, അന്വേഷിച്ചിട്ട് പോലുമില്ല. സുബൈർ വധം കഴിഞ്ഞിട്ട് മുഴുവൻ പാർട്ടി നേതാക്കൾക്കും മാറി നിൽക്കാനുള്ള ഇൻഫർമേഷൻ കൊടുത്ത് എനിക്ക് മാത്രമാണ് കിട്ടാതിരുന്നത്. എൻ്റെ ഭാഗ്യം കൊണ്ട് എൻ്റെ ജീവൻ രക്ഷപ്പെട്ടതാണ്. ഞാൻ സോഷ്യൽ മീഡിയയിലാണ് SDPI നേതാവ് കൊല്ലപ്പെട്ടു, സുബൈർ വധം ഉണ്ടായെന്ന് അറിയുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് ആ സമയത്ത് ഇറങ്ങി, വിഷു ദിവസം ഞാൻ വീട്ടിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വധഭീഷണിയുള്ള അവർ പരസ്യമായിട്ട് കൊല്ലുമെന്ന് പറഞ്ഞ 2 നേതാക്കളിൽ ഒരാൾ ഞാനാണ്. എന്നിട്ട് പോലും എന്നെ അറിയിച്ചില്ല. ഞാൻ മരിച്ചോട്ടെ എന്ന് എഴുതിയിട്ടായിരിക്കുമല്ലോ. അപ്പോൾ കേരളം മുഴുവൻ അവർക്ക് പിന്നെ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബലിദാനിയെയും കിട്ടും, അവർക്ക് രക്ഷപ്പെടുകയും ചെയ്യാമല്ലോ. എന്നെ മാത്രം അറിയിച്ചില്ല. എന്ത് പ്രൊട്ടക്ഷൻ? ഒരു പ്രൊട്ടക്ഷനും എനിക്കുണ്ടായിട്ടില്ല. പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിലെ പ്രവർത്തകർ നേരത്തെ ഉണ്ടായിരുന്ന സംഭവങ്ങളിലൊക്കെ ഞാൻ അവിടെ ഇല്ല, ഞാൻ മാറി അവിടെ നിന്ന്. അപ്പോൾ ഈ സുബൈർ വധം ഞങ്ങൾക്ക് പ്രത്യേകം പറയാൻ കാരണം, അന്നത്തെ ദിവസം പാലക്കാട്ടെ മറ്റ് നേതാക്കൾക്ക് മുഴുവൻ ഇൻഫർമേഷൻ കൊടുത്തപ്പോൾ എനിക്ക് തന്നില്ല. എനിക്കായിരുന്നു ആദ്യം തരേണ്ടിയിരുന്നത്, എനിക്ക് തന്നില്ല. പിന്നീട് പോലീസ് എൻ്റെ പെരിന്തൽമണ്ണയിലെ വീട്ടിലും തൃശ്ശൂരിലെ ഓഫീസിലും അതുപോലെ തന്നെ ഇവിടെ ചെത്തല്ലൂരിലെ വീട്ടിലൊക്കെ പോലീസിൻ്റെ പിക്കറ്റ് വന്നു. സന്ദീപ് വാര്യർ എന്ന് പറയുമ്പോൾ വരുന്ന വൺ ഓഫ് ദി ഇമേജസിലൊന്ന് മലപ്പുറത്തൂടെ ഒരു ഓപ്പൺ ജീപ്പിൽ എ കച്ചുവാർ എന്ന് പറയുന്ന മറാത്ത RSSന്റെ പാലക്കാട് ടൗണായിരുന്നു, എവിടെയാണെങ്കിലും ഒരു വാർ സോങ് പ്ലേ ചെയ്ത് ഓപ്പൺ ജീപ്പിൽ യാത്ര ചെയ്യുന്ന ഒരു സന്ദീപ് വാര്യരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ സന്ദീപ് വാര്യർക്ക് എത്ര സമയം എടുത്താലും ഈ പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനാവാൻ ഇത്ര എളുപ്പമാണോ എന്നുള്ളതാണ്. എത്ര വട്ടം പറഞ്ഞു. അത് നഗരസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പാലക്കാട് ഞാൻ പറയട്ടെ, വാർ സോങ് വെച്ചിട്ടാണ് സന്ദീപ് ആ ഓപ്പൺ ജീപ്പിൽ, അതൊരു വെല്ലുവിളി, ഒരു വാർ ക്രൈ ആണ് ആ സോങ്. ആ സോങ് വെച്ചിട്ട് അത് അർത്ഥമറിയാതെ ആയിരിക്കില്ലല്ലോ സന്ദീപ് ആ പാട്ട് വെച്ചിട്ട്. ഞാനല്ലോ പാട്ട് വെക്കുന്നത്, ആ പാട്ട് എനിക്ക് തോന്നുന്നു മൈക്കിൽ വെച്ച പാട്ടായിരിക്കും. ഞാൻ ആ ഒരു വീഡിയോ എടുത്ത് പ്രവർത്തകരൊപ്പം ബൈക്ക് റാലിയിൽ പോകുന്നൊരു വീഡിയോ എടുത്തിട്ടില്ല നിങ്ങൾ പറയും. ആ വീഡിയോയിൽ ഉള്ള സന്ദീപ് വാര്യറും ഈ സന്ദീപ് വാര്യറും തമ്മിൽ ഒരുപാട് ഡിസ്റ്റൻസ് ആണ് നമ്മളിപ്പോൾ നോക്കുമ്പോൾ. ഈ വീഡിയോയിൽ ഞാൻ ഇത്തവണ ഇലക്ഷനിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലെയും ഷാഫിയുടെയും ശ്രീകണ്ഠന്റെയും കൂടെ ഓപ്പൺ ജീപ്പിൽ പോകുന്ന നിങ്ങൾ കണ്ടില്ലേ? അല്ല, അതൊക്കെ ഇത്ര എളുപ്പമാണോ എന്നുള്ളതാണ് ഈ ചോദ്യം. എളുപ്പമാവണ്ടേ? കവർ ചെയ്യാൻ നമ്മൾ 2024 ഒരു മെച്യൂർ ഡെമോക്രസിയിൽ നിൽക്കുന്ന സമയത്ത് അത് എളുപ്പമാവണ്ടേ? നാളെയും ആളുകൾക്ക് ഇത്തരത്തിൽ എളുപ്പത്തിൽ നിലപാടുകൾ സ്വീകരിക്കാൻ സാധിക്കണ്ടേ? എന്തിനാണ് കെട്ടിയിടുന്നത്? നമ്മൾ 2024 ഇന്ത്യ പോലെ ഒരു വൈബ്രന്റ് ഡെമോക്രസിയിൽ നിൽക്കുന്ന സമയത്ത് നിലപാടുകൾ സ്വീകരിക്കാനും രാഷ്ട്രീയ നിലപാടുകൾ തുറന്നു പറയാനും തെറ്റുണ്ടെങ്കിൽ തിരുത്താനും മാറാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൊടുക്കേണ്ട എന്തിനാണ് മാധ്യമങ്ങളും ആളുകളും ചേർന്നിട്ട് നീ അവിടെ തന്നെ നിൽക്കുന്ന പറയുന്നത്? ഒരു സംശയം, ഇതുപോലെ ഇനിയും സന്ദീപിന് മാറാമല്ലോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഞാൻ ഇതേപോലെ എളുപ്പമാണ് മാറണമെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ തിരിച്ചറിവുണ്ടാവുന്ന സമയത്ത് നിങ്ങൾക്ക് മാറാൻ ഒരു സ്വിച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് നിന്ന് പലരും മാറിപ്പോയിട്ടുണ്ട്. ഒരാൾക്ക് നേരെയും കോൺഗ്രസ് ഇന്നോവ അയച്ചിട്ടില്ലല്ലോ. കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ തരത്തിൽ പിന്നെ എന്താ പറയുക ഹീനമായിട്ടുള്ള രീതിയിലുള്ള അറ്റാക്കൊന്നും ഉണ്ടാവാറില്ല. കോൺഗ്രസ് പരമാവധി സഹിഷ്ണുത കാണിക്കുന്ന ഡെമോക്രാറ്റിക് വാല്യൂസ് ഉള്ളൊരു പ്രസ്ഥാനമാണ്. ആ ഒരു ജനാധിപത്യത്തിൻ്റെ ഒരു മൂല്യം എന്തേ സംഘപരിവാറിനും BJPക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ പോകുന്നു? CPM എന്താണോ ചെയ്യുന്നത് അത് തന്നെയല്ലേ ഇവരും ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, രണ്ടുപേരും ചേർന്ന് ഇന്നോവ ഇടുമെന്ന് മാത്രമേ ഭയമുള്ളൂ. കോൺഗ്രസ് എന്നെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഇന്നോവ ഇട്ടിട്ടുണ്ട്. ഷാഫി പറമ്പിലും ശ്രീകണ്ഠേട്ടനും ഒക്കെ ഞാൻ ഈ പാർട്ടിയെ ജോയിൻ ചെയ്ത ശേഷം ഓരോ ദിവസവും ഞാൻ ഭക്ഷണം കഴിക്കുന്നവരാണ്, എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത് മുഴുവൻ പരിശോധിക്കുകയും എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് എനിക്ക് സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത്ര ഒരു കേഡർ പാർട്ടി സിസ്റ്റം പോലെ എന്നെ പ്രൊട്ടക്ട് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. UDF മുഴുവൻ, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും കോൺഗ്രസിൻ്റെ പ്രവർത്തകരും. ഒരു സംശയമില്ല, 100%.